ഹലോ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ചില രുചികളുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഞാൻ എന്തായി പറയുന്നതെന്ന്. വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മമ്മ നല്ല ടേസ്റ്റായിട്ട് നല്ല രുചികരമായിട്ട് ആഹാരം വെക്കുന്ന ആഹാരം പാകം ചെയ്യുന്ന ആളാണ്. ഞാനൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയമോ അല്ലെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ എന്തെങ്കിലും നമ്മുടെ ഈ അരി വറുത്ത് പൊടിച്ച് ഉണ്ട ഉണ്ടാക്കി തരത്തില്ല, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ് അമ്മമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നത് അമ്മാമ്മ ഉണ്ടാക്കുന്ന പല ഐറ്റംസും എനിക്കും എൻ്റെ ചേച്ചിക്കും മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി കഴിഞ്ഞ ആഴ്ചകളിൽ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പഴം ഇരിക്കുന്ന കണ്ടപ്പോൾ ചേച്ചിക്ക് നമ്മുടെ പഴയ കാലത്തിലോട്ട് പോയി. അപ്പോൾ അമ്മാമ്മ ഉണ്ടാക്കി തരുന്ന രീതിയിൽ വാഴപ്പഴം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് ചേച്ചി ചോദിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിക്ക് അമ്മാമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി പണ്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഇൻസ്റ്റയിലാവട്ടെ യൂട്യൂബിലാവട്ടെ പല രീതിയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മമ്മ നമുക്ക് ഉണ്ടാക്കി തരുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, പക്ഷെ നമ്മളൊക്കെ എത്ര ചെയ്താലും അമ്മാമ്മയുടെ ആ കൈപുണ്യം ഒരിക്കലും വരാനൊന്നും പോകുന്നില്ല. എങ്കിലും ഇത് കഴിച്ചപ്പോൾ എനിക്കും എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ആ പഴയ കാലം ഓർമ്മ വന്നു, സത്യം. അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലോട്ട് കിടക്കാം അല്ലേ? ശർക്കര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചെത്തിയെടുത്ത് ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് 2 ഏലക്കയും കൂടെ ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം വേണ്ട, ഇടത്തരം പഴുത്ത പഴം മതി. അതിനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇടുക. ഇട്ടതിന് ശേഷം ആ ശർക്കരപ്പാനി അതിൽ നല്ലോണം ഒന്ന് പിടിക്കട്ടെ. ആ മധുരം അതിലോട്ട് ഇറങ്ങി ചെല്ലണം. നല്ല തിള വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വാസന വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർക്കാം. തേങ്ങ നിങ്ങളുടെ ടേസ്റ്റിന് എത്രത്തോളം ആവശ്യമോ അത്രത്തോളം ചേർക്കാം. ഞാനിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, 2 പിടി, ചെറിയ 2 പിടി തേങ്ങ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഈ തേങ്ങയും ശർക്കരപ്പാനി നമ്മുടെ ഏത്തപ്പഴവും കൂടെ നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. അതായത് പഴം ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല. ചെറിയ തീയിൽ മാത്രമേ നമ്മളിത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇട്ട് വേവിക്കാനായിട്ട് പാടുള്ളൂ. അതെ, ഇത് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഈ പഴത്തിൻ്റെ ഇങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്, അവർ പപ്പടമൊക്കെ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വെറൈറ്റിക്ക് അങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചത്. ഭയങ്കര രുചിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അമ്മൂമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രുചി ഒരിക്കലും കിട്ടാനൊന്നും പോകുന്നില്ല. നഷ്ടങ്ങൾ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പാകം ചെയ്തെടുക്കാനായിട്ട്. അതായത് നല്ല ലൂസാകാനും പാടില്ല, അതേസമയം ഭയങ്കരമായിട്ട് കട്ടിയാവാൻ പാടില്ല. ആ ശർക്കര പാനി ഇത്തിരി വേണം, അതുപോലെ നല്ല വെന്തിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇതേ രീതിയിലെടുത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന റെസിപ്പിയാണെന്ന് എനിക്കറിയെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.